നമുക്കൊരു ലിസ്റ്റ് കയറി കളയാനേ പറ്റും. പക്ഷെ അതിനൊക്കെ അപ്പുറത്താ എന്റെ പ്ലാൻ. അതിന് നിനക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ആ ജാനകിയെ ഈ വീട്ടിൽ റാണിയായി വാഴിക്കാന്ന് നീ കരുതിയിട്ടുണ്ടാവും. പക്ഷെ അത് നടക്കാൻ പോകുന്നില്ല. DK ഇനിയൊരു വിവാഹം കഴിക്കുന്നുണ്ടെങ്കിൽ അതെന്റെ അനുജത്തി സിത്താരയായിരിക്കും. ആര് വിചാരിച്ചാലും അത് തടയാൻ കഴിയില്ല. അമ്മേ, ജീവിതത്തിൽ ആദ്യമായിട്ട് അമ്മയുടെ മോള് ഒരു ജോലിക്ക് അഡ്വാൻസ് വാങ്ങിക്കാൻ പോവാ. അമ്മ എന്നെ അനുഗ്രഹിക്കണം. എന്നെ കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറയുന്നവർക്ക് മുന്നിൽ എനിക്ക് തെളിയിക്കണം. എന്നെ കൊണ്ട് എല്ലാം പറ്റുമെന്ന് കാണിച്ചു കൊടുക്കണം. എന്നെ അനുഗ്രഹിക്കണേ അമ്മേ. അമ്മയുടെ പൊന്നു മോളല്ല ഞാൻ. ദേ സൂപ്പർ, കലക്കി മോളെ. ചേച്ചി വാ, ഇപ്പൊ തന്നെ ലേറ്റ് ആയി. ആശാലതെ, ഞങ്ങള് പോയിട്ട് വരാം. വാ മോളെ. മമ്മി, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ. വാ. വാ. അതെ, പോകുന്നേക്കെ കൊള്ളാം. ഇതേപോലെ തന്നെ ഇങ്ങോട്ട് തിരിച്ചു വന്നേക്കണം. ഒരു നല്ല വഴിക്ക് ഇറങ്ങാൻ തുടങ്ങുമ്പോ പിന്നീന്ന് വിളിക്കരുതെന്ന് നിനക്ക് അറിഞ്ഞൂടെ ആശാലതെ? പിന്നെ അതൊക്കെ തോന്നല. മുന്നിലായാലും പിന്നിലായാലും സൂക്ഷിക്കേണ്ടത് നിങ്ങൾ തന്നെയാ. അവിടെ ചെന്ന് ഇവിടെ എന്തെങ്കിലും ചെയ്തിട്ട് ഒടുവിൽ തലകുനിച്ച് പോരാൻ ഇടവരരുത്. അങ്ങനെയൊന്നും സംഭവിക്കത്തില്ല. എന്റെ മോൾ ഇന്ന് കലക്കും. അതെ, നീ ഇവിടെ ഒന്ന് അനുഗ്രഹിച്ച് യാത്രയാക്കി. വേണ്ട ചാ, അമ്മയുടെ അനുഗ്രഹം ഇല്ലെങ്കിലും ചേച്ചി ഇന്ന് അവരുടെ മുമ്പിൽ നന്നായിട്ട് പെർഫോം ചെയ്യും, എനിക്ക് ഉറപ്പാ. ഇങ്ങനെ മനസ്സ് കല്ലായിട്ടുള്ളവരുടെ അനുഗ്രഹം മേടിക്കാതിരിക്കുന്ന തന്നെയാ നല്ലത്. ചേച്ചി അങ്ങോട്ട് വന്നേ. ചിത്രേ, എല്ലാം റെഡിയല്ലേ? റെഡിയമ്മ ചേച്ചി. DK എവിടെ? മുകളിലുണ്ട്. അമ്മ DKയോട് കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ട്. രണ്ടുപേരും കൂടെ ആ ജാനകിയുടെ കാല് കഴുകി അവളെ സ്വീകരിക്കാനുള്ള ഒരുക്കത്തിലായിരിക്കും. പിന്നല്ലാതെ, അത് നേരത്തെ തീരുമാനിച്ച കാര്യമല്ലേ, അതിലിനി മാറ്റമില്ല. പിന്നെ ഇന്നലെ രാത്രി നീ എഴുതിയ ലിസ്റ്റ് പോലെ എന്തെങ്കിലും കുത്തിത്തിരിപ്പ് പ്ലാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് പുറത്തേക്ക് എടുക്കാതിരിക്കുന്നതാ നല്ലത്. അങ്ങനെ എന്റെ തീരുമാനം മാറ്റാൻ നിങ്ങൾക്ക് കഴിയില്ല. എങ്ങനെങ്കിലും ഞാൻ ഇത് കൊളാക്കും. ഇവിടെ നടക്കാൻ പോകുന്ന ചടങ്ങിനെ കുറിച്ച് നല്ല ബോധത്തോടെ കൂടിയാണോ താരേച്ചി പറയുന്നത്? എന്റെ ബോധത്തിനൊന്നും ഒരു കുഴപ്പമില്ല. ഈ കല്യാണം നടക്കാൻ ഞാൻ സമ്മതിക്കില്ല. DK അങ്ങനെ ഇപ്പൊ അവളെ കെട്ടണ്ട. ചേച്ചി വാ. നല്ല വീട്. എന്തുപറ്റി? അല്ല, എന്തോ ഒരു പേടി പോലെ. ഇത്ര നേരം ഇല്ലാത്ത പേടി എന്തിനാ ഇപ്പൊ? ധൈര്യം ഇത്തിരി കൂടിപ്പോയാ ചിലവർക്ക് ചിലപ്പോ ഇങ്ങനെയാ. മോളുടെ ഏറ്റവും വലിയ ആഗ്രഹം സാധിക്കാൻ വേണ്ടിയാ നമ്മൾ ഇവിടെ വന്നിരിക്കുന്നത്. മോൾ ഒന്നുകൊണ്ടും പേടിക്കണ്ട, അച്ഛൻ കൂടെ ഉണ്ട്. അതെ, ചേച്ചിക്ക് ഒരു കൺഫ്യൂഷനും ഇല്ല. ഇനി അച്ഛനായിട്ട് പറഞ്ഞ് ചേച്ചി പേടിപ്പിക്കാതിരുന്നാ മതി. മാസ്കും കണ്ണാടിയും വെച്ചേക്കാം, ഇല്ലേ പണി പാളിയല്ലോ. ഒരു കോൺഫിഡൻസിന് ഇതും കൂടി ഇരിക്കട്ടെ. പിടിച്ചേ. നേരെ വെക്ക്. ഓക്കെ.
വാ. അയ്യോ ഞാനെന്തോ മറന്നല്ലോ മോളെ. ദേ ഓട്ടോക്കൂലി തന്നില്ല. ഓ ആ ചില്ലറയില്ല. തിരിച്ചു വരുമ്പോ ജംഗ്ഷനിൽ വെച്ച് തരാം. തരണം, മറന്നു പോകരുത്. മറന്ന് പോവത്തില്ല. എന്നെ കളിയാക്കാൻ വന്നിരിക്കുന്നു. അയ്യോ ഈ അച്ഛന്റെ മറവി നാട്ടുകാർക്ക് മൊത്തം അറിയാം. ഓട്ടോയ്ക്ക് കാശ് കൊടുക്കുന്ന കാര്യമല്ല, വേറെ എന്തോ ഞാൻ മറന്നിട്ടുണ്ട്. വേറെന്താ? ഓ കിട്ടി കിട്ടി. ഗൃഹപ്രവേശത്തിനുള്ള നല്ല സമയത്തിന് ഇനി 5 മിനിറ്റ് കൂടി ബാക്കിയുണ്ട്. ഗൃഹപ്രവേശോ? ആ നമ്മൾ ഈ ഗ്രഹത്തിലേക്ക് ഒരു നല്ല കാര്യത്തിന് വന്നതല്ലേ. അപ്പൊ സമയവും നിമിത്തവും ഒക്കെ നോക്കുന്നത് നല്ലതാ. ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് കേറാം, അതാ ഉത്തമം. ഓ ഈ അച്ഛന്റെ ഒരു കാര്യം. അങ്ങനെ വേണം മോളെ, അതാ അതിന്റെ ഒരു ഇത്. താരെ, നീ കിണ്ടിയും വെള്ളവും എടുക്കണം. പാദങ്ങൾ കഴുകി ശുദ്ധിയാക്കി ആരതി ഒഴിഞ്ഞു വേണം അവരെ അകത്തേക്ക് സ്വീകരിക്കാൻ. അവളുടെ കാലം ഞാൻ കഴുകാനോ? അത് ഈ ജന്മത്ത് നടക്കില്ല. ഒരു കാരണവശാലും അമരാവതിയിലെ മരുമകളാകാൻ അവളെ ഞാൻ സമ്മതിക്കില്ല. ഇത് ഞാൻ കലക്കി കൈ തരും, നോക്കിക്കോ. താരെ, നീ പറഞ്ഞതൊക്കെ ഞാൻ കേട്ടു. നിനക്ക് എന്തു പറ്റി? അമ്മേ, നിങ്ങളെല്ലാം ആ ജാനകിയുടെ സീത വേഷത്തിൽ വീണുപോയി. സീത വേഷമല്ല, യഥാർത്ഥ സീത തന്നെയാണ് അവൾ. വെളുത്തതെല്ലാം പാലല്ലെന്ന് ഇപ്പൊ എനിക്ക് മനസ്സിലായി. നിന്റെ ഈ വെളുത്ത മുഖത്തിനുള്ളിൽ ഇത്രയ്ക്കും കറുപ്പാണോ താരെ? ഒന്ന് നീ മനസ്സിലാക്കിക്കോ. അവളെ ആദ്യം കണ്ടപ്പോ തന്നെ ഞാൻ തീരുമാനിച്ചു, ഈ വീടിനെ DKയുടെ വംശത്തെ നിലനിർത്താൻ പോകുന്ന എന്റെ മരുമകൾ അവളാണെന്ന്. വാ. അമ്മ ഞാൻ പറയുന്നൊന്ന് കേക്ക്. അമരാവതിയുടെ അന്തസ്സിനനുസരിച്ചുള്ള ഒരു കുടുംബമാണോ അവളുടേത്? കുടുംബമഹിമയുടെ അടിസ്ഥാനം എന്താണെന്ന് നീ കരുതിയിരിക്കുന്നേ? നിങ്ങൾ 3 പേരും വന്നിരിക്കുന്നത് പേര് കേട്ട കുടുംബങ്ങളിലും തന്നെയാ. എന്ന് വെച്ച് പാവങ്ങളും ചെറിയ വരുമാനത്തിൽ ജീവിക്കുന്നവരും അന്തസ്സില്ലാത്തവരാണെന്ന് നീ വിചാരിക്കരുത്. ചെന്താമര വിരിയുന്നതേ ചേറിലായിരിക്കാം എന്ന് കരുതി അതിന്റെ മഹത്വം ഒട്ടും കുറയില്ല. മര്യാദയ്ക്ക് ആ കിണ്ടി വെള്ളം എടുക്കും. എന്നിട്ട് അവരെ സ്വീകരിക്കാൻ നീ മുന്നേ തന്നെ ഉണ്ടായിരിക്കണം. ഐ ടെൽ യു ഡു. കമോൺ. ഇവിടെ എന്തോന്ന് താലപ്പൊലിയോ? സിനിമയിൽ അഭിനയിക്കാൻ വന്നതിന് ഇത്രയ്ക്ക് വലിയ സ്വീകരണോ? അപ്പൊ ഞാനും സ്റ്റാറായി. എനിക്ക് വട്ടായതാണോ അതോ ഈ വീട്ടിലുള്ളവർക്ക് എല്ലാവർക്കും വട്ടായതാണോ? വരൂ മോളെ സീതേ. അല്ല ജാനകി, വരൂ, കയറി വാ. ചെല്ലുമോളെ. ഹായ്. താരാ, ഇനി കാല് കഴുകിക്കോളൂ. കാല് കഴുകി.
വരുമോളെ. വാ. എന്താ ഇതൊക്കെ? അയ്യോ, ഇതെന്താ ചോരയോ? ഭഗവാനെ, മഹാലക്ഷ്മിയുടെ പാദങ്ങൾ, ലക്ഷ്മിപാദം എന്റെ വീടിനകത്ത് പതിഞ്ഞിരിക്കുന്നു. ലക്ഷ്മി പാദോ? ഇവർക്കെന്താ വട്ടായോ? അമ്മേ, സോറി, ഞാൻ അറിയാതെ. മോളൊന്നും പറയണ്ട. താരേ, എന്താ അമ്മേ? കിണ്ടി വെള്ളം സീതയുടെ കൈ കൊടുത്തിട്ടേ ഒരു തുണി എടുത്തിട്ട് ആ കാൽപാദങ്ങൾ തുടച്ച് നീ പിന്നാലെ വാ. വാ മോളെ, വാ. സീനെ, ഇതൊക്കെ തുടച്ച് വൃത്തിയാക്കിയേ. എനിക്കെങ്ങും വയ്യ. താരേച്ച് തന്നെ അങ്ങ് തുടച്ചാ മതി. അമ്മ അങ്ങനല്ലേ പറഞ്ഞിട്ട് പോയത്. ഇനി പ്രാർത്ഥിച്ചോളൂ മോളെ. ഇവർക്കെല്ലാം ഇത് എന്തു പറ്റി? ഒരു സിനിമയിൽ അഭിനയിക്കാൻ വന്നതിന് ഇത്രയ്ക്ക് ചടങ്ങുണ്ടോ? ഭഗവാനെ കണ്ണ, ലോകത്തിലെ ഏറ്റവും വലിയ ആർട്ടിസ്റ്റ് നീ തന്നെയല്ലേ? എന്താ മഹാഭാരതത്തിൽ നീ നടത്തിയ അഭിനയം? നിന്റെ അഭിനയത്തിന് മുന്നിലല്ലേ എല്ലാരും തോറ്റുപോയത്? അതിൽ നിന്നൊരു ഇത്തിരി നൽകി നീ എന്നെ ഒന്ന് അനുഗ്രഹിക്കണം. സീതാവേഷത്തില് അടിപൊളിയായിട്ട് എനിക്കൊന്ന് അഭിനയിക്കാൻ കഴിഞ്ഞ നിനക്ക് ഞാനൊരു 101 തുളസിമാല ചാർത്തിയേക്കാം. രക്ഷിക്കണേ കണ്ണാ. മയമോളെ, എന്താ അമ്മേ? മോളുടെ അച്ഛനും അനിയത്തിക്കും കുടിക്കാൻ എന്തെങ്കിലും എടുത്തു കൊടുക്ക. ചിത്ര, എന്താ പേര്? പ്രിയ. വരൂ വെച്ചാ അകത്തേക്കിരിക്കാം. വാ മോളെ. മോള് വരൂ. അമ്മയ്ക്ക് മോളോട് കുറച്ച് സംസാരിക്കാനുണ്ട്. വാ. ഇന്നു മുതൽ ഈ വീടും നിന്റേതും കൂടിയാ. ഇത് എന്റെ വീടോ? ഇവർക്കെന്താ ഭ്രാന്ത് കൂടിയതാണോ? നോക്കുമോളെ, മുത്തച്ഛനാ ഈ വീടിന്റെ വെളിച്ചമായിരുന്നു. ഹൗസ് ഓഫ് ലൈറ്റ്. അദ്ദേഹത്തിന്റെ ബ്ലെസ്സിങ് വാങ്ങിക്കും. അമ്മാവൻ ആരാന്ന് പോലും എനിക്ക് അറിഞ്ഞൂടാ. എന്നാലും സീതാവേഷത്തിൽ അഭിനയിക്കാൻ എന്നെ അനുഗ്രഹിക്കണം. എന്റെ സീതാവേഷം ഹിറ്റാവണം. പിന്നെ സീതാവേഷത്തിൽ അഭിനയിക്കാൻ ഞാൻ ഇവരോടൊരു കള്ളം പറഞ്ഞു. എന്റെ പേര് മാറ്റി ജാനകി എന്ന് പറഞ്ഞു. നീ ജാനകിയല്ല. കണ്ണടച്ചപ്പോ ഇവർക്ക് എന്റെ കള്ളത്തരം മനസ്സിലായോ? ശരിക്കും നീ രാമന്റെ സീത തന്നെയാ. രാംദാസ് സീത, നോട്ട് ജാനകി. ഓ മൈ ഗോഡ്, ചിരിക്കുന്ന ഹിറ്റ്ലറോ? കാട്ടുപോത്തിന് ചിരിക്കാൻ അറിയാന്ന് ഇപ്പൊ മനസ്സിലായി.
മരുഭൂമിയിലെ മഴ പോലെ ആയിരിക്കും ഇയാളുടെ ചിരി. വാ മോളെ, കമോൺ. ഷുവർ. ഹിറ്റ്ലറെ. അയ്യോ ഈശ്വരാ, ഇത് പൊട്ടിപ്പോയല്ലോ. ഇതെന്താ ചാരോ? ചുമ്മാതല്ല മമ്മി പറയുന്നത്, ഞാൻ അബദ്ധങ്ങളുടെ കൂമ്പാരമാണെന്ന്. ദൈവമേ, ഇത് കണ്ട ഇവരെന്നെ സീതാവേഷത്തിന്ന് ഇപ്പൊ കളയും. മോളെ, ദാ വരുന്നമ്മേ. മോളെ, അതാ വരുന്നമ്മേ. മുത്തച്ഛന്റെ അനുഗ്രഹം ഒന്നും കൂടി വാങ്ങിയതാ. മോളെ, നിന്നെ ആദ്യം കണ്ടപ്പോഴേ എനിക്ക് മനസ്സിലായി DK-നെ നീ രാമനെ പോലെ തന്നെ കാണുമെന്ന്. സീതയെ പോലെ തന്നെ അവനെ പരിചരിക്കാനും അതുപോലെ ജീവിക്കാനും നിനക്ക് കഴിയും. ഇവരിതെന്തൊക്കെയാ പറയുന്നത്? ഓ, സിനിമയിലെ കാര്യായിരിക്കും. സത്യത്തിലെ സിനിമയിൽ ഇവർക്കും കൂടി റോള് വേണ്ടതായിരുന്നു. എത്ര ഭംഗിയായിട്ട് അഭിനയിക്കുന്നത്. ശരിക്കും രാമായണത്തിലെ കൗസല്യെ പോലെ തന്നെ. അതെ, ഇപ്പൊ വരും നിന്റെ രാമൻ. അയ്യോ. നിങ്ങള് കോഫി കുടിക്ക്, ഞാൻ ഇപ്പൊ വരാം. ശരി. ശരി. അച്ഛാ, എന്ത് വലിയ വീടല്ലേ. ഈ കല്യാണം കലക്കാൻ ഇതിലും നല്ലൊരു അവസരം വേറെ കിട്ടില്ല. ആ, രണ്ടുപേരും കോഫി കുടിക്കല്ലേ? ആ, കുടിച്ചിട്ട് കോഫി പോലെ തന്നെ ഉണ്ട് മോളെ. ഇളവൻ എന്നെ ഊതിയതാണോ? കുടിക്ക് കുടിക്ക്, ഇഷ്ടം പോലെ കുടിക്ക്. ഇനി വരുമ്പോ ചിലപ്പോ പച്ചവെള്ളം പോലും കിട്ടിയില്ലെങ്കിലോ? അതെന്താ ചേച്ചി അങ്ങനെ പറഞ്ഞേ? അല്ല, ഈ വീട്ടിലെ കാര്യങ്ങളൊക്കെ അങ്ങനെയാ കുട്ടി. ദൂരെ നിന്ന് കാണുന്ന പോലെയല്ല അകത്തുള്ള ആളുകളുടെ സ്വഭാവം. അതുകൊണ്ട് പറഞ്ഞതാ. അത്രയ്ക്ക് മോശം സ്വഭാവക്കാരാണ് ഇവരൊക്കെ. പക്ഷെ ഞങ്ങളെ സ്വീകരിച്ച അങ്ങനെയല്ലല്ലോ. ആദ്യമൊക്കെ അങ്ങനെയാ. ആനയും അമ്പാരിയും ഒക്കെ തന്നെ സ്വീകരിക്കും. ഒടുവില് ശവപ്പെട്ടിയിലായിരിക്കും തിരികെ പോകുന്നത്. ആ ഡേക്കുണ്ടല്ലോ, അയാള് രാമനല്ല, ശരിക്കും രാവണനാ. തന്നെ രാവണാസുരൻ. താരേ,